ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ക്വാളിറ്റിക്ക് നിങ്ങൾ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്ന് പറയാം. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അനാർക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി, ഭയങ്കര ഫ്ലിപ്കാർട്ടിലായാലും അതുപോലെ മിന്ത്രയിലായാലും അജിയോയിലായാലും ഒക്കെ എല്ലാ അതിലും അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡൽ ടോപ്പാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് മോഡൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു പീക്കോക്ക് എടുക്കാം. ഡാർക്ക് പീക്കോക്കാണ്, അക്വാ ബ്ലൂ എന്നൊക്കെ പറയും ചിലർ. അതുപോലെ തന്നെ ഗോൾഡൻ പ്രിൻ്റാണ് കേട്ടോ. കണ്ടത് കംപ്ലീറ്റ് ഗോൾഡൻ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഭയങ്കര കട്ടിയുള്ള തുണിയാണ്. ഫുള്ള് കംപ്ലീറ്റ് നല്ല ലെങ്ത് ഉണ്ട്. ഈ ഇറക്കിലൊക്കെ ഈ ഒരു മോഡൽ ലേസ് ഈ ഒരു ഇറക്കിലും ഇതേപോലെ ഗോൾഡൻ്റെ ഒരു പ്രിൻ്റ് വന്നിട്ടുണ്ട്. അത് കൈൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫുൾ ലെങ്ത് കേട്ടോ, ഫുൾ ലെങ്ത്താണ്. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു ലേസ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഫ്രണ്ടിൽ ലേസ് ഫ്രണ്ടിൽ ഇതാണ് ഫ്രണ്ടിലത്തെ മോഡൽ. ഇതിൻ്റെ റേറ്റാണ് മീഷോയിലുള്ളത് 366 രൂപയ്ക്കാണ്. ഇത് നല്ല അഫോർഡബിൾ ആണ്. ഒരു 10-8 മാർക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇതൊരു റയോണല്ല, ഒരു കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഈ പ്രിൻ്റൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ വാഷ് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ ഗോൾഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല മോഡൽ, നല്ല 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 ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഒരു ഡ്രസ്സിൻ്റെ വാഷിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഹാൻഡ് വാഷ് അല്ല, മെഷീൻ വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാനസോണിക്കിൻ്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഇത്. അതിലേക്കാണ് ഞാൻ ഈ നമ്മുടെ പ്രോഡക്റ്റ് മാത്രം ഇടുന്നുള്ളൂ. വേറെ ഒരു ഡ്രസ്സും ഇതിലിടുന്നില്ല, ഒരു ടോപ്പ് മാത്രം ഇടുന്നുള്ളൂ. അപ്പോൾ മെഷീൻ ഓണാക്കിയിട്ട് ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കാര്യങ്ങൾ മെഷീൻ ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, സ്പിൻ ചെയ്തിട്ട് ഉണങ്ങിയിട്ടാണ് തരിക കേട്ടോ. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒറ്റ ഡ്രസ്സായി കാരണമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. കുറേ ഡ്രസ്സാകുമ്പോൾ ഭയങ്കര കട്ട പിടിച്ചിരിക്കുന്ന കാണാം. ആ ഡ്രസ്സ് മാത്രമല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഞാൻ ഡിറ്റർജൻറ്റോ ലിക്വിഡോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് വേഗം വാഷ് ഔട്ട് ചെയ്ത് വരാം. അപ്പോൾ അത് സ്പിൻ ചെയ്തിട്ട് ഞാൻ ഓഫാക്കി. അപ്പോൾ സ്പിൻ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ലുക്കാണ് ഗൈസ് ഈ കാണുന്നത്. അത് കൂടി ചുരുങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൈസായിട്ട് കളറ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മിസ്സായതാണ്. വെള്ളത്തിൻ്റെ വീഡിയോ മെഷീൻ കറങ്ങുന്നതുകൊണ്ട് ഞാൻ എടുക്കാക്കി പറ്റിയില്ല. കളറ് ചെറുതായിട്ട് ഇളകുന്നുണ്ട്. ബാക്കി ഓവറോൾ എല്ലാം വളരെ കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് നന്നായി ചുളുങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗോൾഡൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളകിയ പോലെ ഉണ്ട്. നന്നായിട്ടില്ല, നല്ല പ്രിൻ്റ് ആയിട്ടുണ്ട്. അതർവൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി ടോപ്പാണ്, അഫോർഡബിളാണ് ഈ ഒരു റേറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും റിവ്യൂസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.